നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോവിന്ദചാമിയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ജയിലിൽ കഴിയുന്ന ആ കൊടും ക്രിമിനലിന്റെ ഒരാവശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിലെ ജയിലിൽ കിടന്ന് ഗോവിന്ദചാമിക്ക് മടുത്തു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ താൻ പറയുന്ന ഇഷ്ടമുള്ള ജയിലിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഗോവിന്ദചാമി ഉന്നയിച്ചിരിക്കുന്നത്. 2011 ആ ദിവസം ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു യുവതിയെ അതിക്രൂരമായി റെയിൽപാളത്തിലേക്ക് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരോട് ഈ ഒരു അപേക്ഷ വെച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് വിടണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് മാറ്റണം. ഇതാണ് പറഞ്ഞിട്ടുള്ള ആവശ്യം. വിയൂർ അതീവ സുരക്ഷാ ജയിലിലാണ് ഗോവിന്ദചാമി നിലവിലുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ട് 1 വർഷമാകുന്നു. അത് ഇന്നലെയായിരുന്നു 1 വർഷമായത്. ജയിൽ ചാട്ടത്തെ തുടർന്നാണ് വിയ്യൂരിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റിയത്. സെല്ലിൽ ഒറ്റയ്ക്കാണ് ഗോവിന്ദചാമി. ജയിൽ മോചിതനാക്കണമെന്നാണ് ഉദ്യോഗസ്ഥരോട് എപ്പോഴും അപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് വിടണം. എങ്ക ഊരിലെ ജയിൽ ഇത് വേണമെന്നാണ് നിരന്തരം ജയിൽ ഉദ്യോഗസ്ഥരോട് ഗോവിന്ദചാമി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദചാമി ഏകദേശം 19 കിലോളം ഭാരമാണ് കുറച്ചിരുന്നത്. 74 കിലോയിൽ നിന്ന് ഭാരം 55 കിലോയിൽ എത്തിച്ചു. സെല്ലിന്റെ അഴികൾക്കിടയിലൂടെ വേഗം ഇറങ്ങാനായിരുന്നു ഇത്. ഇപ്പോൾ ഭാരം 75 ആയി. 2025 ജൂലൈ 25-നാണ് പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്ന് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ 4 കിലോമീറ്റർ അകലെയുള്ള ഓഫീസ് കെട്ടിടത്തിന്റെ കിണറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. 3 വർഷത്തെ തയ്യാറെടുപ്പിനും ആസൂത്രണത്തിനും ശേഷമാണ് ജയിൽ ചാട്ടം എന്നായിരുന്നു ഉത്തരമേഖല ജയിൽ DIGയുടെ റിപ്പോർട്ട്. ഇത്രയും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖലയിൽ നിന്ന് അതും ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടിയത് അന്ന് കേരളത്തെയും അക്ഷരാർത്ഥത്തിൽ നടുക്കിയിട്ടുണ്ടായിരുന്നു. കൊലപാതക കേസിൽ ഗോവിന്ദചാമിക്ക് ആദ്യം വധശിക്ഷയാണ് വിധിച്ചതെങ്കിലും അപ്പീലിൽ സുപ്രീം കോടതി അത് ജീവപര്യന്തം തടവ് ശിക്ഷയാക്കി മാറ്റുകയായിരുന്നു. കേസിന്റെ നാൾ വഴികൾ ഇങ്ങനെയാണ്. 2011 ഫെബ്രുവരി 1 കൊച്ചി ഷൊർണൂർ പാസഞ്ചറിൽ വെച്ച് യുവതി ആക്രമിക്കപ്പെടുന്നു. 2011 ഫെബ്രുവരി 2 പ്രതി ഗോവിന്ദചാമി പിടിയിലായി. 2011 ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് യുവതി മരിച്ചു. അതുവരെ ജീവനോട് മല്ലിട്ടാണ് ആ യുവതി മരിച്ചത്. 2011 നവംബർ 11 തൃശൂർ 1ാം നമ്പർ അതിവേഗ കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു. ഒപ്പം ജീവപര്യന്തം കഠിന തടവും 7 വർഷവും 3 മാസവും കഠിന തടവും. 2012 മാർച്ച് 9 കണ്ണൂർ ജയിലിൽ ഗോവിന്ദചാമിയുടെ ആത്മഹത്യാ നാടകം. 2012 മാർച്ച് 15 ഗോവിന്ദചാമി CCTV ക്യാമറ തകരാറിലാക്കി. ജയിൽ ജീവനക്കാർക്ക് നേരെ വിസർജ്യമെറിഞ്ഞു. 2013 ഡിസംബർ 17 വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. 2014 ജൂലൈ 29 വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. 2016 സെപ്റ്റംബർ 15 വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. ജീവപര്യന്തം കഠിന തടവ് നിലനിർത്തി. യുവതിയെ ഗുരുതര മുറിവേൽപ്പിച്ചതിന് 7 വർഷം കഠിന തടവും അനുഭവിക്കണം. ഗോവിന്ദചാമിയുടെ നിഗൂഢത നിറഞ്ഞ ജയിൽ ചാട്ടത്തിന് വെള്ളിയാഴ്ച 1 വർഷം പൂർത്തിയാകുമ്പോൾ ചാമി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്ങനെയെന്ന ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. കേസിൽ കുറ്റപത്രവും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. സംഭവത്തെക്കുറിച്ച് 4 സംഘങ്ങൾ അന്വേഷിച്ചെങ്കിലും ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും. 2011 ഫെബ്രുവരി 1 തീവണ്ടി യാത്രയ്ക്കിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പെൺകുട്ടിയെ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ ഏക പ്രതി ഗോവിന്ദചാമി. ജൂലൈ 24 പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിൽ നിന്ന് ഒറ്റക്കൈയുള്ള ഗോവിന്ദചാമി രക്ഷപ്പെട്ടത്. 3 കിലോമീറ്റർ അകലെയുള്ള തളാപ്പിലെ കിണറ്റിൽ നിന്ന് മണിക്കൂറുകൾക്ക് ശേഷം പിടികൂടി. കേരളം മുഴുവൻ ഏറെ ആശങ്കയോടെയും ഭീതിയോടെയും കഴിഞ്ഞ മണിക്കൂറുകളായിരുന്നു അത്. പിന്നീടാണ് വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ആദ്യ അന്വേഷണത്തിലും കാര്യമായ പുരോഗതി ഇല്ലാത്തതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് സംഘമാണ് പിന്നീട് അന്വേഷിച്ചത്. ജയിലഴി മുറിച്ച ആയുധത്തിന്റെ സാങ്കേതിക വിവരങ്ങളെ കുറിച്ച് കോഴിക്കോട് NITയിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. സംഭവത്തെക്കുറിച്ച് ജയിൽ വകുപ്പ് അന്വേഷിച്ച് 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിനപ്പുറം വകുപ്പ് തല അന്വേഷണവും പാതി വഴി കടന്നില്ല. ജയിൽ ചാട്ടം അത്യന്തം ഗൗരവതരമെന്ന് വിലയിരുത്തി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയമിച്ചിരുന്നു.
റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുനൂസ് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷിക്കുന്നത്. റിപ്പോർട്ട് നൽകാൻ 3 മാസം അനുവദിച്ചെങ്കിലും 6 മാസമെങ്കിലും വേണമെന്നായിരുന്നു ആവശ്യം. 1 വർഷം പിന്നിട്ടിട്ടും ഈ റിപ്പോർട്ട് നൽകാനായിട്ടില്ല. മതിലിന് മുകളിലെ ഫെൻസിങ്ങിലൂടെയുള്ള വൈദ്യുതി വിതരണം നിലച്ചിട്ടും 2 വർഷം. ഇനിയും പുനഃസ്ഥാപിച്ചില്ല. തടവുകാരെ പാർപ്പിച്ചിട്ടുള്ള 10 ബ്ലോക്കുകൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ബലക്ഷയം സംഭവിച്ചിട്ടും നന്നാക്കാൻ നടപടിയില്ല. അതിസുരക്ഷയുള്ള 10ാം നമ്പർ ബ്ലോക്ക് ജീർണാവസ്ഥയിലാണ്. ഓടുമേഞ്ഞ കെട്ടിടമാണ്. CCTV ദൃശ്യങ്ങൾ യഥാസമയം പരിശോധിക്കുന്നില്ല. ജയിലിന്റെ അകം നിരീക്ഷിക്കാൻ മതിലിന് പുറത്ത് സ്ഥാപിച്ച ടവർ നോക്കുകുത്തി. സുരക്ഷാ ജീവനക്കാർ ഉണ്ടാകില്ല. ജയിൽ വാർഡന്മാരുടെ വോക്കി ടോക്കി പലതും പ്രവർത്തിക്കുന്നില്ല. ജയിൽ കവാടത്തിലെ ഔട്ട് പാറ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിയില്ല. തടവുകാരെ പാർപ്പിച്ച ബ്ലോക്കുകളിലും പുറത്തും ആവശ്യമായ വെളിച്ചമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാ ദിവസവും ബിരിയാണിയും ബീഡിയും ആവശ്യപ്പെട്ട് അധികൃതർക്ക് മുന്നിൽ പരാതി പറയുകയും നിലവിലെ ഭക്ഷണം കൊള്ളില്ലെന്ന് പറഞ്ഞ് നിരാഹാരം ഇരിക്കുകയും ചെയ്തിരുന്ന ഗോവിന്ദചാമി ഇപ്പോൾ എന്തും കഴിക്കുന്ന അവസ്ഥയിലാണ്. 24 മണിക്കൂറും CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനമുള്ള ഒറ്റയാൾ സെല്ലിലാണ് വിയൂർ അതിസുരക്ഷാ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. ശൗചാലയം ഉൾപ്പെടെ മുറിയിലുണ്ട്. ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് പുറത്തിറക്കുന്നത്. യാതൊരു ജോലിയും ഇതുവരെ നൽകിയിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഉദ്യോഗസ്ഥരുടെ മുറിയുമുണ്ട്.